ഹായ് ഗായ്സ്. അപ്പോൾ ഏപ്രിൽ 26-ന് ഞങ്ങളുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഒരു വുഡ് മാർട്ട് എന്ന് പറഞ്ഞൊരു ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ ആഡ്സിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എൻ്റെ കൂടെ ഇതാ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2-3 ദിവസം ആഡിൻ്റെ പുറകെ തന്നെയായിരുന്നു. മട്ടന്നൂരുള്ള എല്ലാ ഷോപ്പുകളിലും ആഡിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോയി. പിന്നെ ഇപ്പം നടക്കുന്നത് ഷൂട്ടാണ്. ഒരു ദിവസം നമ്മൾ ഷൂട്ട് സെറ്റ് ചെയ്തു, പ്രൊമോ വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്. ക്യാമറ നമ്മുടെ ഷിൻലേട്ടനാണ്. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, നമ്മൾ പ്രൊമോ വീഡിയോ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് നമ്മൾ. അപ്പം ഇതാണ് നമ്മുടെ പ്രൊമോൻ്റെ പോസ്റ്റർ, പിന്നെ പ്രോഗ്രാമിൻ്റെ പോസ്റ്ററാണിത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ റിഹേഴ്സൽ ഏൽപ്പിക്കുവാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ മനോട്ടൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ മനോട്ടൻ ഭയങ്കര പനിയായിരുന്നു ഈ ഒരു സമയത്ത്. എനിക്കും ഭയങ്കര പനിയായിരുന്നു. ഭയങ്കര ഒരു രോഗത്തിൻ്റെ സീസണായിരുന്നു ഇത്. അപ്പോൾ 2-3 ദിവസത്തെ ക്ലാസ് ഞാനാണ് എടുത്തത്. കുട്ടികളൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്. റെഡി ടു ബ്ലാസ്റ്റ് എന്ന രീതിയിലാണ് എല്ലാവരും ഉള്ളത്, പൊളിച്ചെടുക്കാൻ. പിന്നെ ഈ വാർഷികം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ സാധാ സ്കൂൾ ആനുവൽ ഡേ വാർഷികം പോലെയല്ല. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഡാൻസ് പഠിപ്പിക്കുക, ഡാൻസിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് നമ്മളൊരു വാർഷികം നടത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്കൂൾ ആനുവൽ ഡേ പോലെയല്ല. ഡാൻസിൻ്റെ കാര്യം മാത്രമല്ല നോക്കണ്ട, A to Z കാര്യങ്ങൾ നോക്കണം. അവിടെ വരുന്ന ഓഡിയൻസിൻ്റെ ഫുഡ്, സ്റ്റേജ്, ലൈറ്റിങ്, ഓഡിറ്റോറിയം, പിള്ളേരുടെ കാര്യങ്ങൾ, പിള്ളേരുടെ ഡാൻസിൻ്റെ കാര്യങ്ങൾ, മറ്റേത് സൗണ്ട്, പെർമിഷൻ, അങ്ങനെ പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെറ്റ് ചെയ്യാൻ കുറേ ചാർട്ടാക്കണം, LED വാളിൽ പ്ലേ ചെയ്യേണ്ട സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി മീൻസ് ഡാൻസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, കുറച്ചുകൂടി ഹെക്റ്റിക്കാണ് വാർഷികം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെറ്റാക്കി വരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യാൻ പോയി. സ്റ്റേജ് പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ബാച്ചിനെ വിളിച്ച് 1 by 1 വിളിച്ച് സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ടീം വന്നു, എൻ്റെ ടീമിനെയും കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു. അപ്പം ആയിരുന്നു നമ്മളെ ഫ്ലാഷ് മോബ്. നമ്മളെല്ലാ വർഷവും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഫ്ലാഷ് മോബ്. ഇങ്ങനെ തലേ ദിവസം വന്നിട്ട് ഫ്ലാഷ് മോബ് ചെയ്യുന്ന കാര്യം. അപ്പം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലാഷ് മോബ് ഓരോ ടീം വന്ന് ഫ്ലാഷ് മോബ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ടൊരു സാധനം ചെയ്യുന്നു ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരുപാട് പരിപാടികളുണ്ട്. ആങ്കറിന് അയച്ചു കൊടുക്കേണ്ട ചാർട്ട്, മേക്കപ്പ് റൂമിൽ ഒട്ടിക്കേണ്ട ചാർട്ടുകൾ, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പറയാനാണെങ്കിൽ തീരില്ല, അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ലാസ്റ്റ് ബാക്കി വന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് എഴുത്തും പിന്നെ LED വാളിൽ സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോ ഫസ്റ്റ് ആയിട്ടാ ഇവിടെ ഇപ്പൊ ഇത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം. ഇതാ ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്. ഇതാണ് സോങ്ങിന്റെ ഓർഡർ. ഈ രീതിയിൽ പോകാൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. മേക്കപ്പ് എല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ബാക്കി നമ്മൾ ചെയ്യിപ്പോ ചാർട്ട് എങ്ങനെ ചാർട്ട് പേപ്പർ മുറിച്ചിട്ട് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ഇത് കണ്ട, ഇത് 8 എണ്ണം ഉണ്ട്. ഇത് 8 എണ്ണം ഈ പൂവ് ഇവർക്ക് തന്നെ 8 എണ്ണം ഈ കമ്മലിട്ടുണ്ട്. ഈ ബ്ലൂ ഷെയ്ഡ് മാല നമുക്ക് നോക്കി ഇട്ടുണ്ട്. ഇത് വലിയ മുമ്പിടർക്ക് എടുക്കാം. ഇത് 5 സെറ്റ് പീസാണ്. ഇത് ഇതായിരിക്കും നമ്മളെ മറ്റേ കുമ്പിടല്ലേ, മറ്റേ ഹൈസറൊക്കെ കൊടുത്തത്. കാണാൻ ഇതങ്ങനെ കാണാൻ എനിക്ക് കണ്ടില്ല. അതങ്ങനെ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇത് തേച്ച് മനുഷ്യനടിയും അത് അവരെടുത്തോളും. ഇത് നമ്മളെല്ലാം എടുത്തോളൂ. ഇത് ഫോക്കിന്റെയും പിന്നെ അത് അവർക്കറിയാം. ഇത് കഴിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഇത് 5 എണ്ണം ഉണ്ട്. ഇത് ആ പിള്ളേർക്ക് 3 എണ്ണം വേണ്ടു. അത് ഈ പിള്ളേരെ നോക്കണ്ട. ഇതിട്ട് കൊടുക്കണമെന്നില്ല. അത് നോക്കാം. എന്നാലും ഞാൻ പറഞ്ഞത് കാതിലെല്ലാം നോക്കി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് 5 പെമ്പിളർ കളിക്കുന്നുണ്ട്. ഏത് മറ്റേ ഇത് കളിക്കുന്നത് ഏതെങ്കിലും ബോയ്സ് കളിക്കുന്നത് അവർക്ക് ഇതിട്ട് കൊടുക്കാം. വെറും ബോയ്സ്, ഒറ്റ ബോയ്സും ബാക്കി ഗേൾസും കളിക്കുന്നില്ല. 5 ആള്, അത് 5 എണ്ണം ഇതിട്ട് കൊടുക്കുക. ഇത് 5 കമ്മല് മറ്റേ വലിയ പെമ്പിളർക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്തമാനം ചെറിയ മക്കൾ പൂവേ സെമ്പൂവ് കളിക്കുമ്പോൾ ഈ പൂവേ സെമ്പൂവൊക്കെ ഇതിട്ട് കൊടുക്കുക. രസമുണ്ടല്ലേ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാം. ഇത് കുറേ കമ്മലുണ്ട്. പക്ഷെ നോക്കി ഇതിട്ട് കൊടുക്കുക. ഇത് പർസോറേൻ്റെ മാല.
പെർസോറേന്റെ മാല മാല സെറ്റ്. ആ ഓക്കെ ഓക്കെ അത് മനസ്സിലായി. ഈ കുഞ്ഞു പിള്ളേർ അത് ഏതാ ഡാൻസ്? ഇതെത്രണ്ണം ഉണ്ട്? 6. 6 ഇത് ഡാൻസിനാ? ഇത് 6 പോരാ, 10 പോകണം. ഇതെന്ത് തലയിൽ അതിന്റെ സെറ്റാ? അത് ഇതിനകത്ത് വെച്ചോ, നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതായാലും പിള്ളേർ വരുമ്പോൾ ആയിരിക്കും ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ഇത് എല്ലാം കഴിച്ച്. അത് കഴിഞ്ഞ് അസ്നേഷേട്ടൻ വന്നു. അസ്നേഷേട്ടനാണ് LED കാര്യങ്ങളും എല്ലാം നോക്കി സെറ്റ് ചെയ്തത്, LED പ്ലേ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പം രാവിലെ വന്നായിരുന്നു അസ്നേഷേട്ടൻ. ഞാനും അസ്നേഷേട്ടനാണ് ബാക്കി രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അത് സെറ്റായി. ഇനി സ്റ്റേജ് സെറ്റായില്ല, സെറ്റായിക്കൊണ്ടേ ഇരിക്കുവാണ്. സ്റ്റേജ് ഇങ്ങനെ സെറ്റാവായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇരുത്തം കിട്ടുന്നുണ്ടായില്ല. കാരണം ഇങ്ങനെ ചെയ്ത് എല്ലാം ഒരു ഐഡിയ പ്ലാൻ ആക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് എങ്ങനെ വരും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിതാ മേക്കപ്പ് തുടങ്ങി. മേക്കപ്പൊക്കെ നല്ല അടിപൊളി മേക്കപ്പായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റേജ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കോലം. ഐ എം ടയർഡ്. ഇനി ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേറെ കോലവും ഇതിലും മെച്ചമായ കോലമാകും. അപ്പോൾ റെഡിയാണ്, എക്സൈറ്റഡ് ആണോ? അതെ അതെ. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എല്ലാം നന്നായി പോട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി 2-3 ടീമേ ഉള്ളൂ. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാ സമയം 6:15 ഇത് സ്കീം കണ്ട ഇതില്ലേ? അങ്ങനെ 6:15 എൻ്റെ പിള്ളേരൊക്കെ എത്തി. ഇപ്പോൾ ഉദ്ഘാടനം തുടങ്ങും. എല്ലാം സെറ്റാണ്, ഓഡിയൻസൊക്കെ വന്നു തുടങ്ങുന്നു. ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിലേക്ക് കടന്നു. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്മിത നായർ മാമും പിന്നെ ഷാജ് മാസ്റ്ററുമാണ്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിപാടി തുടങ്ങി. ഇനി ഫോണ് തൊടാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഓട്ടം തുടങ്ങി മക്കളെ. ഇനി 1 by 1 ആയിട്ട് ഇങ്ങനെ കയറുന്നു, ഡാൻസേഴ്സ് കയറുന്നു, അത് കഴിഞ്ഞ് അവരെ ഇറക്കുന്നു. ഇതന്നെ പരിപാടി. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വെക്കുന്നു, കോസ്റ്റ്യൂംസും ഓർണമെൻറ്റ്സൊക്കെ റെഡിയാക്കി വെക്കുന്നു. അങ്ങനെ സ്റ്റേജിൻ്റെ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, പാട്ട് ഒരു ഭാഗത്ത്. വിഷ്വൽസ് ഫുള്ള് എടുത്തിട്ടില്ല, കുറച്ചുള്ള വിഷ്വൽസ് ആരൊക്കെയോ പാരൻസ് എടുത്തതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. SLR വീഡിയോ ഉണ്ടായിരുന്നു വേറെ, അത് നമ്മുടെ പേജിലിടും. യൂട്യൂബിൽ താൾ ഡാൻസ് കമ്പനി അടിച്ചു നോക്കിയാൽ മതി, പേജിൽ കിട്ടും സാധനങ്ങൾ, ഫുൾ ഡാൻസ് വീഡിയോ. അങ്ങനെ ഓരോ ബാച്ചായിട്ട് വന്ന് കളിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡാൻസ് പഠിക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിലും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതിപ്പോൾ സ്റ്റേജ് ഷോസും വെഡ്ഡിങ് ഷോസോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കൊക്കെ. സ്ഥലം വരുന്നത് നെല്ലൂന്നിയാണ്. സ്പെഷ്യൽ കൊറിയോഗ്രാഫിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. സോങ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ സോങ് പാടുന്ന സുരഭി ചേച്ചീനെ എനിക്ക് ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടനെയും പരിചയമുണ്ട്. ചേട്ടൻ അധികവും നമ്മൾ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോൾ ഗാനമേളൊക്കെ കണ്ട് പരിചയമുള്ള ആളായിരുന്നു. മനുവാട്ടിന് ഓൾറെഡി പരിചയമുണ്ട്. നമ്മളെ ടീമിന് എല്ലാവർക്കും അവരെ പരിചയമുണ്ട്. കാരണം നമ്മളെപ്പോൾ ഷോസ് ചെയ്യുമ്പോൾ ഇവരുണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലാഷ് മോബിൻ്റെ സാധനം ഒന്നുകൂടെ കളിച്ചു, കലാശക്കൊട്ട് പോലെ അത് കളിച്ച്. പിന്നെ മൊമൻറ്റോസും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തായിരുന്നു. അതിൻ്റെ വിഷ്വലൊന്നും എൻ്റെ കയ്യിലില്ല. അതൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചു.